ഹലോ ഗൈസ്, വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യം തന്നെ നിങ്ങൾ കട്ട് ചെയ്യുന്നതല്ലേ കാണുന്നത്. അപ്പോൾ ഞാൻ ഇത് വെച്ചാണ് ആദ്യം ഷൂട്ട് ചെയ്ത് തുടങ്ങി. അതുകൊണ്ടാട്ടോ ഞാൻ വെട്ടി മാറ്റാഞ്ഞത്. അപ്പോൾ ഞാനൊന്നൊരു എഗ്ഗ് വെച്ചിട്ടൊരു റെസിപ്പിയാണ് ചെയ്യുന്നത്. നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതാണ്. നമ്മളിപ്പോൾ ഓംലേറ്റും ബുൾസയും ഒക്കെ അല്ലേ, ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വെച്ച് ഉണ്ടാക്കിയതാണ്. വളരെ ഈസിയാണ്. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല കേട്ടോ. അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ ചെയ്ത് തരണേ. കാരണം എൻ്റെ ഹസ്ബൻഡാണ് എനിക്കിത് കാണിച്ചു തന്നെ. മൂപ്പര് എന്നെ പുറത്തുള്ള ടൈമിലൊക്കെ ഇങ്ങനെയാണ് ഉണ്ടാക്കലെന്ന് പറഞ്ഞിട്ടാണ്, നല്ല ടേസ്റ്റുമാണ്, വേഗം കഴിയുകയും ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ എനിക്കിത് കാണിച്ചു തന്നെ. ഞാൻ ഇതിൻ്റെ നല്ലൊരു ആരാധിക കേട്ടോ. പക്ഷേ കറക്റ്റായിട്ട് ഞാൻ നോക്കി പഠിച്ചെടുത്തതാണ്. പക്ഷേ മൂപ്പര് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിരിക്കും കേട്ടോ. പക്ഷേ എന്താ ചെയ്യാൻ കിട്ടേണ്ട ആളാണ്. അപ്പോൾ ഞാൻ തന്നെ ഏറ്റെടുത്തിരിക്കുക. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളി ഉണ്ട്, അത് നന്നായിട്ട് ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിനൊക്കെ വേണ്ട ഐറ്റംസ് വെളുത്തുള്ളി, വല്യുള്ളി, തക്കാളി, പച്ചമുളക്, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, പിന്നെ മല്ലിച്ചപ്പ്, കറിവേപ്പില. ഇത്ര ഐറ്റംസ് ആട്ടോ നമുക്ക് വേണ്ട. വേഗം കഴിയുന്ന ഒരു ഐറ്റം കേട്ടോ. നല്ല ടേസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിട്ടോ. എന്നിട്ട് എങ്ങനെയുണ്ട് നിങ്ങളോടൊന്ന് പറയണേ. പിന്നെ ഇതിൻ്റെ പേരറിയുന്നൊരു മറക്കാണ്ട് ഒന്ന് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യണേ. ഇങ്ങനൊരു ഐറ്റം ഉണ്ടോയെന്നും കൂടി എനിക്കറിയില്ല. ഹസ്ബൻഡ് കാണിച്ചു തന്നൊരു ഐറ്റം ഞാൻ ഏറ്റുപിടിച്ചതേ ഉള്ളൂ. എനിക്കിവിടെ മോനും ഹസ്ബൻഡിനും എനിക്കൊക്കെ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. നമുക്കത് ചപ്പാത്തിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാം കേട്ടോ. ഞാനിതധികവും കോംബോ ചെയ്യൽ പിട്ടിൻ്റെ കൂടെ കേട്ടോ. എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ് പിട്ടും കൂട്ടി കഴിക്കാൻ. അത്യാവശ്യം മസാലയാണോ എന്ന് ചോദിച്ചാൽ മസാലയാണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അതാ കണ്ടോ, ഉള്ളി ഇങ്ങനെ റൗണ്ട് ആക്കിയിട്ടാണ് അരിയേണ്ടത്. കുറേയൊക്കെ ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ചായിരുന്നു. പിന്നെ ലാസ്റ്റിലെത്തുമ്പോൾ എനിക്ക് കിട്ടുന്നില്ല, ഞാൻ കൈ തന്നെ യൂസ് ചെയ്തിട്ടോ. എനിക്ക് കൈയാണെങ്കിൽ കട്ടിംഗ് ബോർഡിനെക്കാട്ടും. അപ്പോൾ ഇതാ ചെറുതാക്കി റൗണ്ടാക്കിയിട്ട് കണ്ടോ, ഞാനതെടുത്ത് കാണിക്കുന്നുണ്ട്. ഇതേപോലെ റൗണ്ട് കനം കുറച്ചെന്ന് അതിന് വേണ്ടിയിട്ടാണ് ഞാനതെടുത്ത് കാണിച്ചത് കേട്ടോ. കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് തക്കാളി എടുത്ത് കട്ട് ചെയ്യാം കേട്ടോ. തക്കാളി ഇതാ കഴുകി നീറ്റാക്കി വെച്ചതാണേ. നന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇതും റൗണ്ട് പോലെ തന്നെ സ്ലൈസായിട്ട് തന്നെ കട്ട് ചെയ്യുക. എത്ര കണ്ട് കനം കുറയ്ക്കാൻ പറ്റുമോ അത്രയും കണ്ട് കുറയ്ക്കാം കേട്ടോ. ഞാൻ എൻ്റെ പാനിന് വലുപ്പമില്ലാത്തതുകൊണ്ട് കുറച്ച് കനം കൂട്ടിയിട്ടാണ് ആക്കുന്നത്. അതിൻ്റെ ഉള്ളിൽ മോൻ ഓരോന്ന് വന്ന് ചോദിക്കുന്നുണ്ട്, അതിനുള്ള ഉത്തരം പറയണോ, ഇത് ചെയ്യണോ, അങ്ങനെ ഇങ്ങനെ കൺഫ്യൂഷനിൽ നിൽക്കുകയാണ്. ആളെപ്പോഴും കിച്ചണിലുണ്ടാവും. ഇന്ന് ഇടിയും മഴയായതുകൊണ്ട് കറണ്ട് ഇല്ല. അപ്പോൾ ടിവിൻ്റെ വൈഫൈ കട്ടായിട്ടുണ്ട്. അതുകൊണ്ട് എൻ്റെ കൂടെ തന്നെയാണ് ആളുള്ളത്. അപ്പോൾ ഇതാ തക്കാളി ഇതാ കണ്ടോ, ഇതേപോലെ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തു. കഴിഞ്ഞു കേട്ടോ, കഴിഞ്ഞു. നമുക്ക് ഈസി ആയിട്ട് കഴിയും. പിന്നെ ഇതാ നന്നായിട്ടുള്ള ഫ്രഷ് കറിവേപ്പില കേട്ടോ, നമ്മളെ വീട്ടിലുണ്ടായതാണ്. അതും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ കൂടുതൽ എടുക്കുന്നത്, കാരണം നല്ല ടേസ്റ്റാണ്. അതിൻ്റെ ഫ്ലേവർ നന്നായിട്ടുണ്ടാവും. അല്ല, പുറത്തുനിന്ന് വാങ്ങുന്നതിനില്ല എന്നല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ എനിക്ക് വീട്ടിലുള്ളതുകൊണ്ട് തന്നെ അതാണ് ഇഷ്ടം. ഇത് പിന്നെ വീട്ടിൽ തന്നെ ഉണ്ടായ കാന്താരി മുളക് കേട്ടോ. ചെറിയ മുളകെന്നോ കാന്താരി മുളകെന്നോ നിങ്ങളെന്താ പറയാമെന്ന് എനിക്കറിയില്ല. ഞാനിവിടെ കാന്താരി മുളകെന്നാണ് പറയുക. അതന്നെയാണ് ഞാൻ പറഞ്ഞത്. അതും ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. ശരിക്കും ഇതിനേക്കാളും ചെറുതായിട്ട് മുറിക്കുക കേട്ടോ. പക്ഷേ ഞാൻ മോനെ പേടിച്ചിട്ട്, മോൻ കഴിക്കുന്നതുകൊണ്ട് നമുക്ക് എടുത്ത് മാറ്റാൻ ഈസി ആയെന്ന് വെച്ചിട്ട് ഇത്തിരി വലുപ്പത്തിൽ തന്നെ കട്ട് ചെയ്തേ. ഇതെല്ലാം കഴുകി എടുത്ത് വെച്ചതാണ് കേട്ടോ. ജസ്റ്റ് കട്ട് ചെയ്യുന്നത് മാത്രമേ നിങ്ങളെ കാണിക്കുന്നേ ഉള്ളൂ. പിന്നെ അതാ ഞാനൊരു കവറോടിക്കുക മുട്ട കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയൊന്നും മുട്ട നമുക്ക് ആവശ്യമില്ല കേട്ടോ. ഞാനിപ്പോൾ ഒരു 6 മുട്ട എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങൾ അളവിനനുസരിച്ചും പാനിന് വലുപ്പത്തിനനുസരിച്ചൊക്കെ അളവ് കൂട്ടണമെങ്കിലും കുറയ്ക്കണമെങ്കിലും ഒക്കെ ചെയ്യാം കേട്ടോ. തക്കാളിയൊക്കെ എന്തായാലും കംപ്ലീറ്റ് ആയിട്ട് എടുക്കുന്നത് തന്നെയായിരിക്കും, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് വരുള്ളൂ. അതായത് പാൻ അടുപ്പത്ത് വെച്ച് തീയൊക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട്. വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട് ക്ഷമിക്കണം കേട്ടോ. കാരണം ഞാൻ ഒറ്റയ്ക്ക് തന്നെ പല ആംഗിളിലും വെച്ച് ഓരോ സ്ഥലത്തൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ലാടിയിൽ. എനിക്കിങ്ങനെ റൗണ്ടായിട്ട് ഒഴിച്ച് കൊടുക്കാൻ ഇഷ്ടം. പക്ഷേ എന്ത് കാര്യം കുറച്ച് കഴിഞ്ഞാൽ ഒന്നായിട്ട് എല്ലാ 2 സൈഡിലേക്കും കൂടിക്കും. എന്നാലും ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല സ്റ്റൈലായിട്ട് ഇന്നോട്ടേ വെച്ച് ഞാനിങ്ങനെ കേട്ടോ എപ്പോഴും വെളിച്ചെണ്ണ ഒഴിക്കുക. നന്നായിട്ട് പാൻ ചൂടാവട്ടെ. നമുക്ക് അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാവേ. ഇതിപ്പോൾ നൈറ്റ് പ്രിപ്പറേഷൻ ആട്ടോ, വേഗം കഴിയാൻ വേണ്ടിയിട്ട് ഞാനൊരു എളുപ്പമായി നോക്കി. പിന്നെ ഇതെല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഇവിടെ അങ്ങ് ചിലവാകും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഏറ്റെടുത്തത്. അതിന് സൈഡിലെല്ലാം ഞാൻ കൊണ്ടാക്കുന്നുണ്ട്. എന്നാൽ പിന്നെ ഈസി ആയിട്ട് നമുക്ക് കഴിയുമല്ലോ. ചൂടായോ നോക്കുന്നതാണ്. നിങ്ങളൊക്കെ എങ്ങനെയാണ് നോക്കുക? എല്ലാവരും എൻ്റെ അമ്മയൊക്കെ എന്തെങ്കിലും ചെറിയ ഐറ്റം അതിലേക്ക് ഇട്ടിട്ടൊക്കെയാണ് നോക്കുക. പക്ഷേ ഞാനിങ്ങനെ കൈ വെച്ചിട്ട് കയ്യിലേക്ക് പുകയടിക്കുന്നുണ്ടോ നോക്കും, ചൂടടിക്കുന്നുണ്ടോ എന്നെങ്കിലും ഒക്കെ ഞാൻ ആയും പറഞ്ഞ് ഞാൻ ചെയ്യാറ് കേട്ടോ. പതിവ് ഓരോരുത്തർക്കും ഓരോ സ്റ്റൈലല്ലേ അല്ലേ. എനിക്കിതാണ് റെഡിയാവുക. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യുന്നത്. അപ്പോൾ തക്കാളി കണ്ടോ, തക്കാളി റൗണ്ടായിട്ട് തരഞ്ഞ തക്കാളി അങ്ങനെ തന്നെ വെളിച്ചെണ്ണയിലേക്ക് വെച്ച് കൊടുക്കുകയാണേ. അപ്പോൾ ചൂടായില്ല എന്നൊരു സംശയം തോന്നിയപ്പോൾ ഞാനൊന്ന് പിൻവലിഞ്ഞു. പിന്നെ വീണ്ടും കുഴപ്പമില്ലാന്ന് തോന്നി സ്പീഡൊക്കെ കൂട്ടി വെച്ച് വീണ്ടും വെക്കാൻ തുടങ്ങി. കുറച്ച് വിട്ട് വെച്ച് കൊടുക്കും കേട്ടോ. ഞാൻ ആദ്യം എന്താ വെച്ചാൽ ഇതിൻ്റെ നടുവിലൊക്കെ നമുക്ക് ഉള്ളി വെക്കണേ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഗ്യാപ്പാക്കി വെച്ച് കൊടുത്തേ. പക്ഷേ പിന്നെ എനിക്കത് കൊള്ളുന്നില്ല. അപ്പോൾ ഞാൻ വീണ്ടും എന്ത് ചെയ്തു, അതിനെ അടുപ്പിച്ച് തന്നെ ആക്കുന്നുണ്ട്.
ഇവിടുത്തെ ഉള്ളി കണ്ടോ, ഞാൻ ഗ്യാപ്പിൽ കയറ്റി കൊടുക്കുന്നുണ്ട് പരമാവധി. എൻ്റെ പാന് ചെറുതായതുകൊണ്ടാണ് കേട്ടോ ഈ പ്രോബ്ലം ഉള്ളത്, ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ കനം കുറച്ചത് കൊണ്ട് തന്നെ നമ്മളെ ഉണിയെ അങ്ങനെ എടുത്തു പോകുന്നുണ്ട്. വലിയുള്ളി അങ്ങനെ റൗണ്ടായിട്ട് വള പോലെയായി വരുന്നുണ്ട്. അതിനെ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ഞാൻ സെറ്റ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ ചെറിയ കഷ്ണങ്ങളൊക്കെ അവിടെയും ഇവിടെയൊക്കെ വെച്ച് കൊടുത്തു. വേഗം കഴിയുന്ന റൈറ്റ് കേട്ടോ, നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക്. കറക്റ്റായിട്ട് എല്ലാവരുടെയും വെച്ച് കൊടുത്ത് ഇതാ. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെ ഞാൻ സൈഡിൽ ഫിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞതാ നമ്മൾ വെളുത്തുള്ളിയില്ലേ അതിങ്ങനെ തൂയി കൊടുക്കുക. എല്ലായിടത്തും എത്തുന്ന രീതിക്ക്, ഒരു സ്ഥലത്തേക്ക് ഓടിപ്പോവാണ്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ. അതേപോലെ തന്നെ പച്ചമുളകും ഇങ്ങനെ വിതറി കൊടുക്കുക. അത്യാവശ്യം എല്ലാവരുടെയും എത്തുന്ന രീതിയിൽ. ഒരുത്തേലായി പോകരുത്, അപ്പോൾ എരിവൊക്കെ കംപ്ലീറ്റ് ഒരുത്തേലായി പോകും നമ്മളെ. കാരണം നമ്മളിത് മിക്സ് ചെയ്യുന്നൊന്നുമില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കുന്നത് കേട്ടോ. നല്ലോണം ഒന്ന് മുരിയുന്നുണ്ട് കണ്ടോ, എണ്ണയിൽ കിടന്ന് തക്കാളി ഉള്ളിയൊക്കെ നന്നായിട്ട് മുരിയുന്നുണ്ട്. നന്നായിട്ട് മുരിയട്ടെ എന്ന് പറഞ്ഞ് ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാന്ന്. പക്ഷെ എനിക്ക് വേഗം ക്ഷമ കിട്ടും, എനിക്കെല്ലാം വേഗം കഴിയണം. മഞ്ഞൾപ്പൊടിയാണേ, മഞ്ഞൾപ്പൊടി നന്നായിട്ട് വെതറി കൊടുക്കുക. അതായത് അത്യാവശ്യം ഇട്ടോളൂ കേട്ടോ, കാരണം അധികമായി പോയി എന്നൊന്നും പേടിക്കണ്ട. കാരണം മുട്ടയും കൂടി വരുമ്പോൾ നമുക്ക് പാകമായിരിക്കും. ഒന്ന് തൂവി കൊടുക്കുകയെന്നേ ചെയ്യേണ്ടത്, ഒന്നായിട്ട് ഇട്ടിട്ട് മിക്സ് ചെയ്യാൻ പാടില്ല. ഇങ്ങനെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഒന്ന് വെതറി കൊടുക്കുകയെന്നേ ചെയ്യേണ്ടത്. അത് കഴിഞ്ഞിട്ട് കുരുമുളക് പൊടി കേട്ടോ, കുരുമുളക് പൊടിക്ക് നമുക്ക് കൂട്ടിയിടാം. എനിക്കിവിടെ മോനെ എരിവ് കുറവ് വേണ്ടതിനെ കൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്യുന്നത്. കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ കെട്ടിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും. ഞാൻ ആ ഒഴിവാക്കി കളഞ്ഞിക്ക്, കാരണം നല്ല എരിവായിപ്പോയാൽ പിന്നെ മോൻ കഴിക്കില്ല, അതുകൊണ്ടാണേ. നിങ്ങൾക്ക് വേണേൽ അതൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉപ്പിടാൻ പോകുന്നത്, ഞാൻ ഉപ്പിടാൻ മറക്കുന്നുണ്ട്. ആദ്യം തന്നെ ഉപ്പ് നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ട് വിതറി കൊടുത്തിട്ടുണ്ട്. കുറച്ച് കൂടുതലായി എന്നൊന്നും തോന്നണ്ട കേട്ടോ, മുട്ട വരുമ്പോൾ കറക്റ്റായിരിക്കേ. കുറച്ച് കൂട്ടിയിട്ടാലേ നമുക്ക് ആ മുട്ടേൻ്റെ ടേസ്റ്റിലേക്ക് ഇത് പിടിക്കുള്ളൂ. ഞാനവിടെ എടുത്ത് വെച്ച് ഉപ്പ് കംപ്ലീറ്റ് ആയിട്ട് എടുത്തിട്ടിട്ടുണ്ട് കേട്ടോ, ഒരു ഭാഗത്തിന് എടുത്ത് വെച്ചതാണ്. നിങ്ങൾക്കൊന്ന് 2 പ്രാവശ്യമൊക്കെ കഴിയുമ്പോഴത്തേക്കും ഉണ്ടാവും. പിന്നെ നമ്മളെ നന്നായിട്ട് ചൂടായി എന്ന് തോന്നുമ്പോൾ നമ്മളത് തിരിച്ചിടാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. മിക്സ് ചെയ്യരുതേ, മിക്സ് ചെയ്തിട്ടല്ല ഇത് ഉണ്ടാക്കണ്ടേ. ഇങ്ങനെ പീസായിട്ട് തന്നെ അതവിടെ കിടക്കണം. ഞാൻ വീഡിയോ കുടുങ്ങരുതെന്ന് വെച്ച് സൈഡിലോട്ട് വെച്ചിട്ട് ചട്ടുകൊക്കെ ഇടുന്നത്, പക്ഷേ കറക്റ്റായിട്ട് അത് വീഡിയോ കുടുങ്ങുകയും ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഓരോ ഇതിനെ എടുത്തിട്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാവേ കറക്റ്റായിട്ട്. എൻ്റെ അതിങ്ങനെ റൗണ്ട് ഊരി പോകുന്നുണ്ട്. മാക്സിമം നമ്മൾ ശ്രമിക്കുക കേട്ടോ ഊരി പോകാണ്ടിരിക്കാൻ. എനിക്കെന്താണെന്നറിയില്ല, ഇങ്ങനെ എടുത്തു പോകുന്നുണ്ട്. പിന്നെ ഞാൻ കൈയിൻ്റെ ഹെൽപ്പും കൂടിയിട്ടാണ് തിരിച്ചിടുന്നത്. നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് മോൻ ചോദിക്കുന്നുണ്ട് അടുത്തിരുന്നിട്ട്, അമ്മയ്ക്ക് പൊള്ളുന്നില്ലേ എന്നൊക്കെ. പൊള്ളുന്നുണ്ട്, എന്ത് ചെയ്യാനായി. കൽശീലായില്ലേ, അടുക്കളയിൽ പെരുമാറുന്നവർക്ക് ആണായാലും പെണ്ണായാലും അവർക്കൊക്കെ എയിമായിരിക്കും. അപ്പോൾ പെണ്ണുങ്ങളെന്ന് പറഞ്ഞുകൂടാ, കാരണം പുറത്തുള്ള ആണുങ്ങൾ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്യുന്നുണ്ട്. എൻ്റെ ഹസ്ബൻഡൊക്കെ പുറത്തായതുകൊണ്ട് തന്നെ നന്നായിട്ട് കുക്ക് ചെയ്യുകയും ചെയ്യും. എന്നെപ്പോലെ തന്നെ കൈ എയിമും എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾ പെണ്ണുങ്ങൾ അടുക്കളയിൽ നിന്ന് പറഞ്ഞുകൂടാ. എല്ലാ പീസും ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ തിരിച്ചിടുക കേട്ടോ. ഇതെല്ലാം തിരിച്ചിട്ട് കഴിഞ്ഞ് നന്നാ മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾക്ക് എണ്ണ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനൊരു ഇത്തിരി എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്, അത് ഞാൻ വീഡിയോയിൽ എടുത്തിട്ടില്ല. നന്നായിട്ട് മുരിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ. ഓരോ സ്ഥലത്തായിട്ട് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുക, വേറെ ഒന്നും ഇടണ്ട. അതായത് ആദ്യം നമ്മൾ മുട്ട പൊട്ടിച്ച് അടിച്ചൊന്നും വെക്കണ്ട, അതിലേക്ക് ഇങ്ങനെ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 6 മുട്ട എടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അളവ് കൂട്ടണേ കൂട്ടാം, കുറയ്ക്കണേ കുറയ്ക്കാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിതിപ്പോൾ 6 എണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുട്ടിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ ഇഷ്ടമായതുകൊണ്ട് തന്നെ അത്യാവശ്യം കഴിക്കും, അപ്പോൾ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തത്. ഇത്രയൊന്നും മുട്ട കഴിക്കാൻ പാടില്ല എന്നൊക്കെ അറിയാം കേട്ടോ. പക്ഷേ ഞാൻ ഒരു നേരമാണ് കഴിക്കുന്നത്, അതിൻ്റെ മുന്നേ രാവിലെയോ രാത്രിയോ ഒന്നും കഴിക്കലില്ല. രാവിലെയോ രാത്രിയോ ഉച്ചയ്ക്കൊന്നും കഴിക്കലില്ല. ഏതെങ്കിലും ഒരു ടൈമാണ് കഴിക്കൽ. അതിപ്പോൾ ഇങ്ങനെയാണ് രാത്രി കഴിക്കുന്ന രാത്രിത്തേക്കുള്ള ഭക്ഷണത്തിൽ സെറ്റാക്കുന്നുണ്ടെങ്കിൽ പകലൊക്കെ മുട്ട ഒഴിവാക്കും ഞാൻ കേട്ടോ. പക്ഷെ ദിവസം 2 മുട്ട കഴിക്കണം എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് കാൽസ്യത്തിൻ്റെയൊക്കെ കുറവുള്ളതുകൊണ്ട് നന്നായിട്ട് കഴിക്കണം എന്നൊക്കെ പറയാറുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ ലേശം ഉപ്പും കൂടി മേലെ വിതറി കൊടുക്കുന്നുണ്ടേ. എനിക്കിത്തിരി കുറവുള്ള പോലെ ഒരു ഫീലിംഗ്.
ടേസ്റ്റ് നമ്മൾ നോക്കിയിട്ടൊന്നുമില്ല, നോക്കാൻ നമുക്ക് മസാലയൊന്നുമില്ലല്ലോ ടേസ്റ്റ് നോക്കാൻ. പക്ഷേ എനിക്ക് തോന്നി ഇത്രയും മുട്ട വന്നപ്പോൾ ഞാൻ ഇട്ട ഉപ്പ് മതിയാവില്ല എന്ന്. അങ്ങനെ ഞാൻ കുറച്ചുകൂടി ഉപ്പ് ഇതിൻ്റെ മേലെ വിതറി കൊടുത്തിട്ടുണ്ട്. എന്നിട്ടിതാ നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക കേട്ടോ. മുട്ട ഒന്ന് സെറ്റാവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നല്ല ആവി വരുന്നുണ്ട്. സമയത്ത് സിമ്മാക്കി വെക്കണം കേട്ടോ. പിന്നെ ഞാനിതാ തുറന്ന് നോക്കി കുറച്ചൊന്ന് സെറ്റായി തോന്നിയപ്പോൾ നമ്മളെ മല്ലിയിലയില്ലേ അത് വിതറി കൊടുക്കുകയാണേ. മല്ലിയില ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഇടണം എന്നില്ല കേട്ടോ. ഇതൊന്നും നിർബന്ധമുള്ള കാര്യമല്ല, അങ്ങനെ ഡെക്കറേറ്റിങ് പിന്നെ കൂടെ ഇതിനൊരു ചെറിയ ഫ്ലേവർ ഉണ്ടെങ്കിൽ നന്നായിട്ടുണ്ടാവും എന്നുള്ളതുകൊണ്ടാണ് ഞാനിടുന്നത്. നിങ്ങൾക്കിത് വേണ്ട എന്നുള്ളവർക്ക് പറ്റ ഒഴിവാക്കി കളയാം കേട്ടോ. ഞാനിത് ഫുൾ വീഡിയോ എടുത്തിട്ടുണ്ട്, 12 മിനിറ്റാണല്ലേ. അപ്പോൾ ഈ 12 മിനിറ്റ് കൊണ്ട് ഞാൻ ഉണ്ടാക്കിയ റെസിപ്പിയാണത്. കറക്റ്റായിട്ടുണ്ട്, 12 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ 12 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണത് കേട്ടോ. നന്നായിട്ട് വെതറി കൊടുത്ത് സൈഡിൽ നിന്നൊക്കെ വെളിച്ചെണ്ണയൊക്കെ നമുക്ക് നന്നായിട്ട് ഞെരിയുന്നുണ്ട്. നമുക്കൊന്നുകൂടി ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് കറക്റ്റല്ല പാനിൻ്റെ അടപ്പ്, അതുകൊണ്ട് ഒന്നുകൂടി റെഡിയാക്കി വെച്ച് കൊടുത്തു. അങ്ങനെ ഇതാ തുറന്ന് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇത് തിരിച്ചിടാൻ വേണ്ടി ചട്ടുകം കൊണ്ട് പറ്റില്ല, മുറിഞ്ഞു പോകുന്നു. അപ്പോൾ ഞാനൊരു പ്ലേറ്റിൻ്റെ സഹായം തേടിയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് വെച്ചിട്ട് നമുക്കിത് തിരിച്ചിടാം. അപ്പോൾ ഒരു കയ്യിൽ ഫോണുള്ളത് കൊണ്ട് തന്നെ നടക്കില്ല. അപ്പോൾ ഞാൻ പിന്നെ തിരിച്ചിട്ടുള്ള ഷോട്ടാണ് കേട്ടോ കാണിക്കുന്നത്. ഇത് കരിഞ്ഞു പോയെന്ന് വിചാരിക്കുന്നത്, ചെറുതായിട്ട് കരിഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് ഇത് കഴിക്കുമ്പോൾ അറിയുന്നില്ല കേട്ടോ ഗൈസ്. അതായത് കരിഞ്ഞു പോയ ചൊയൊന്നും നമുക്ക് മനസ്സിലാകുന്നില്ല, കാരണം മേലെ അത് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അത്ര അറിയുന്നില്ല. അപ്പോൾ ഇതാ ഒന്നുകൂടി തിരിച്ചിട്ട് വേവിച്ച് ഞാൻ എടുത്തിട്ടുണ്ട്. അത് കട്ട് ചെയ്ത് പോയിട്ടുണ്ട് വീഡിയോ ഒന്ന്. അപ്പോൾ ഇതാ വാങ്ങി വെച്ചു, ഒന്ന് വേവിച്ചെടുത്തിട്ടേ ഉള്ളൂ, ജസ്റ്റ് മൂടി വെച്ച്. ഞാനതിനെ മുറിച്ചെടുത്ത് നോക്കി, കണ്ടോ അതിൽ വെള്ളമൊന്നും ഒഴിക്കുന്നില്ല, ഇതേ ടെക്സ്ചറിൽ കിട്ടും. ഞാൻ ഉള്ളു വെന്തുവെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടി ഇങ്ങനെ മുറിച്ച് കാണിക്കുന്നത്. കണ്ടോ ഉള്ളൊക്കെ കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ടാറ്റ ബൈ ബൈ. എല്ലാവരും നോക്കി നോക്കും.